സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടും കാര്യമില്ല കേട്ടോ. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ. ഹലോ, ഞാൻ ന്യൂട്രീഷനിസ്റ്റ് ആർദ്ര കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ലിവർ ഡീടോക്സിഫിക്കേഷന് വേണ്ടിയിട്ടും നമ്മുടെ ബ്ലഡൊക്കെ ഒന്ന് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും എന്നിട്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന പിമ്പിൾസ്, ബ്ലാക്ക് സ്പോട്ട്സ്, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറിയിട്ട് സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രിങ്കാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഒരുപാട് യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രിങ്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സോ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്കിൻ കെയർ യൂസ് ചെയ്തിട്ടും നിങ്ങളുടെ സ്കിന്ന് ബ്രൈറ്റ് ആവാത്ത കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള ഗട്ട് ഹെൽത്ത് ശരിയല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ 5 സ്കിൻ വൈറ്റനിങ് അല്ലെങ്കിൽ ബ്രൈറ്റനിങ് ഡ്രിങ്കിനെ കുറിച്ചാണ്, നാച്ചുറൽ ഡ്രിങ്കിനെ കുറിച്ചാണ് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ്. ആൻഡ് ഗട്ട് ഹെൽത്ത് ഓൾസോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡീടോക്സിഫിക്കേഷൻ, ലിവർ ഡീടോക്സിഫിക്കേഷൻ ഒക്കെ നടത്തിയിട്ട് നമ്മുടെ സ്കിന്നിലുള്ള ഇൻഫ്ലമേഷനൊക്കെ കളഞ്ഞിട്ടും സ്കിന്നിൻ്റെ ഒരു ലിവറിൻ്റെ ഡീടോക്സിഫിക്കേഷനൊക്കെ ചെയ്തിട്ട് നമ്മുടെ സ്കിൻ ഒന്ന് നല്ല ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രിങ്കാണ് കേട്ടോ. സോ ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ ഒരു 3 മാസം കഴിച്ചാൽ തന്നെ നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് നിങ്ങൾക്ക് നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റും. പ്ലസ് അതിൻ്റെ കൂടെ ബോണസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വെയിറ്റ് ലോസിനും നിങ്ങൾക്കിത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഡെയിലി നിങ്ങളിത് രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് കഴിക്കുക. അതും അല്ലെങ്കിൽ നിങ്ങൾ രാത്രി കിടക്കുന്നതിൻ്റെ ഒരു 3 hours മുമ്പ് കഴിക്കുക കേട്ടോ. ഈ ഒരു ഡ്രിങ്ക് കഴിച്ചിട്ട് അതിന് ശേഷം ഒരു 3 hour അല്ലെങ്കിൽ 2 hour ഗ്യാപ്പ് വേണം എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 21 days എങ്കിലും നിങ്ങൾ ഡെയിലി ഇത് കഴിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ആർക്കും ഈവൻ ഷുഗർ, ഡയബറ്റീസ് ഉള്ളവരാണെങ്കിലും പ്രഷർ ഉള്ളവരാണെങ്കിലും കൊളസ്ട്രോൾ ഉള്ളവരാണെങ്കിലും ഒക്കെ ഇത് കഴിക്കാൻ പറ്റും. ഹെൽത്തിയാണ്, ഒരു പ്രശ്നമില്ല. അപ്പം നമ്മളിത് ഫ്രൂട്ട് അല്ല അതിനകത്ത് ചേർക്കണം, കുറച്ച് വെജിറ്റബിൾ വെച്ചിട്ടാണ് ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. സോ ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. സോ ആദ്യത്തേത് ടർമറിക് ലാറ്റെ. യെസ്, ഇതിന് ഗോൾഡൻ മിൽക്ക് എന്നും വിളിക്കും കേട്ടോ, ഹാൽദി മിൽക്ക്. അപ്പം നമ്മളത് ഒരുപാട് വർഷങ്ങളായിട്ട് സ്കിൻ വൈറ്റനിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ഡ്രിങ്കും കൂടെയാണ് ഈ ഒരു ലാറ്റെ. സോ സ്കിൻ കെയറിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഒരു ഗോൾഡൻ സ്പൈസ്, അതായത് മഞ്ഞൾ. നല്ല ചൂട് പാല്, പശുവും പാലാണ് കേട്ടോ ബെറ്റർ. നല്ല ചൂട് പശുവും പാലെടുക്കുക, ഒരു ഗ്ലാസ് പാല്, അത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ നല്ല പ്യൂർ മഞ്ഞൾ വേണം. നിങ്ങൾ പാക്കറ്റ് മഞ്ഞൾ ഉപയോഗിക്കരുത്, മഞ്ഞൾപ്പൊടി ഇടുക. എന്നിട്ട് അതിനകത്ത് കുറച്ച് ഹണി ഒഴിക്കുക, എന്നിട്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കുക. അപ്പോൾ നിങ്ങളിത് രാവിലെ വെറും വയറ്റിൽ കഴിക്കണതാണ് നല്ലത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിവർ ഡീടോക്സിഫിക്കേഷന് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മൾ പുറത്തേക്ക് പോകുന്നതിന് ഒരു 1 hour മുമ്പ് കഴിക്കണം. കാരണം നമുക്ക് നന്നായിട്ട് വയറൊക്കെ ക്ലീൻ ആയിട്ട് കൂട്ടും. നമ്മൾ ടോയ്ലറ്റിലൊക്കെ ചിലപ്പോൾ 2 തവണ 3 തവണയൊക്കെ പോകും. അപ്പോൾ ഇത് ലിവർ ഡീടോക്സിഫിക്കേഷൻ ഇത് ഹെൽപ്പ് ചെയ്യും. അത് ഒരു ബ്ലഡ് പ്യൂരിഫയറും കൂടെയാണ് ഈ മഞ്ഞൾ. സോ മഞ്ഞൾ നമുക്ക് ഈ ഒരു പറഞ്ഞ ഒരു കൂട്ട് അത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. നല്ലോണം സ്കിന്നിൽ ഡാർക്ക് സ്പോട്ടൊക്കെ പോകും. അപ്പോൾ നമുക്ക് പുറത്ത് അപ്ലൈ ചെയ്യാം, ഉള്ളിലേക്കും കഴിക്കാം. അപ്പോൾ 1 ഗ്ലാസ് ഇത് ഡെയിലി നിങ്ങൾ കഴിക്കുക. സോ ഡെയിലി ഇത് കഴിക്കാൻ പറ്റും കേട്ടോ. നിങ്ങളിപ്പം ബ്ലാക്ക് കോഫി കഴിക്കണവരാണെങ്കിൽ അല്ലെങ്കിൽ ടീ കഴിക്കണവരാണെങ്കിലും അങ്ങനെയുള്ളവർ ഈ ഒരു ടീ മാറ്റിയിട്ട് അതിന് പകരം ഈ ഒരു ടർമറിക് ലാറ്റെ കഴിക്കുക. ഹെൽത്തിയാണ്, അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നും നല്ല ബ്യൂട്ടിഫുൾ ആവാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡ്രിങ്ക് നമ്പർ 2, കുക്കുംബർ ആൻഡ് മിന്റ്. യെസ്, എന്ന് പറയാൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണമായിരിക്കാം നല്ലത്. നിങ്ങളൊരു തൈ വെക്കാട്ടോ. നമ്മളെപ്പോഴും കുക്കുംബർ നമുക്ക് ഉണ്ടാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അത് പുറത്തുനിന്ന് മേടിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഈ ലീഫി വെജിറ്റബിൾസൊക്കെ കൂടുതലും നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കണമായിരിക്കും നല്ലത്. അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും റിസൾട്ട്. അപ്പം ഒരു പിടി മിൻറ്റ് എടുക്കുക, ആൻഡ് പ്ലസ് ഒരു ഹാഫ് കുക്കുംബർ, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ജ്യൂസ് അടിക്കുക കേട്ടോ. നന്നായിട്ട് ജ്യൂസ് അടി, കുറച്ച് വെള്ളം ചേർത്തിട്ട് കഴിക്കാം. ഇതേപോലെ തന്നെ രാവിലെയോ നിങ്ങൾക്ക് ഫുഡ് കഴിക്കണതിൻ്റെ ഒരു 3 hour അല്ലെങ്കിൽ 2 hour ഗ്യാപ്പിൽ അങ്ങനെ വേണം അത് കഴിക്കാൻ കേട്ടോ. രാവിലെ കഴിക്കുവാണെങ്കിൽ വെയിറ്റ് ലോസിന് കൂടെ ഹെൽപ്പ്. കുക്കുംബറിലും മിൻറ്റിനകത്തും ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും ആസ്ട്രജൻ പ്രോപ്പർട്ടീസും ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സ്കിൻ ഉള്ളിൽ നിന്നൊരു ഗ്ലോ തരും കേട്ടോ. നമ്മുടെ ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടല്ലോ ബോഡിയിൽ, ഈ ഇൻഫ്ലമേഷനൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഗട്ട് ഹെൽത്തിനൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള റേഡിയൻ സ്കിൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഈ മിൻറ്റ് നിസ്സാരക്കാരനല്ല കേട്ടോ. ഇത് രണ്ടും ഇതേപോലെ തന്നെ ഫേസിലും അപ്ലൈ ചെയ്യുക പേസ്റ്റ് ആക്കിയിട്ട്. അപ്പം ഇത് രണ്ടും ജ്യൂസ് ആക്കിയിട്ട് കുടിക്കുക. അതാണ് ഡ്രിങ്ക് നമ്പർ 2. അപ്പോൾ ഡ്രിങ്ക് നമ്പർ 3, ജിഞ്ചർ ആൻഡ് ലെമൺ ടീ. അതെ, ഗ്രീൻ ടീ അല്ല, ലെമൺ ടീ, ജിഞ്ചർ ആൻഡ് ലെമൺ ടീ.
ഈ ജിഞ്ചറിനകത്ത് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് അതേപോലെ തന്നെ ആസ്ട്രജൻ പ്രോപ്പർട്ടീസ് ലെമണിലും ഉണ്ട് കേട്ടോ. അത് രണ്ടും നമ്മുടെ സ്കിന്നിൽ ഇൻഫ്ലമേഷൻ മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. അത് കൊളേജൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. കൊളേജൻ ആണ് നമ്മുടെ സ്കിന്നൊക്കെ റിങ്കിൾസ് ഒക്കെ കുറയ്ക്കുന്നതും ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ നമ്മുടെ ബോഡിയിൽ തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കേട്ടോ കൊളേജൻ. അതിൻ്റെ പ്രൊഡക്ഷൻ നമ്മളൊരു ഏജ് കഴിഞ്ഞാൽ നിൽക്കും. അപ്പോൾ അതിനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ, അത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ജിഞ്ചറും ലെമണും. അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് നിങ്ങൾ, അതായത് ജിഞ്ചർ ചതയ്ക്കുക കേട്ടോ, നന്നായിട്ട് വെള്ളം തിളപ്പിക്കുക. നമ്മൾ സ്റ്റൗവിൽ വെച്ച് തിളപ്പിക്കും, അതിനകത്ത് ജിഞ്ചർ ഇടുക. എന്നിട്ട് അത് ഒന്ന് ഒരു 2 മിനിറ്റ് തിളച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ബോയിൽ ചെയ്തിട്ട് വെച്ചിട്ട് ഒന്ന് ഇച്ചിരി ഒരു ചൂട് വേണം കേട്ടോ അതിന്. എന്നിട്ട് നമ്മൾ ഗ്ലാസ്സിലേക്കോ കപ്പിലേക്കോ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ലെമൺ സ്ക്വീസ്, ഒരു ഹാഫ് ലെമൺ എടുത്ത് ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. ഇത് തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലെമൺ ജ്യൂസ് ഇടണ്ട, കുറച്ച് കയ്പ്പായിരിക്കും. എപ്പോഴും അത് ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് കുടിക്കുന്ന സമയത്തുമാണ് നമ്മൾ ഈ ലെമൺ ജ്യൂസ് അതിനകത്തിട്ടിട്ട് കുടിക്കുക. അപ്പോൾ ഈ 2 സാധനങ്ങളും ഒരുപാട് ബെനിഫിറ്റ്സ് തരുന്നതാണ് സ്കിന്നിന്. അപ്പോൾ 4ാമത്തെ ഡ്രിങ്ക് ഗൂസ്ബെറി ആൻഡ് ഹണി. ഗൂസ്ബെറി എന്ന് വെച്ചാൽ ആംല, നെല്ലിക്ക നല്ല ഫ്രഷ് കിട്ടി അത്രയും നല്ലത്. അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയിട്ട്. പിന്നെ ഹണി എപ്പോഴും പ്യൂർ നാടൻ ഹണി വേണം ഉപയോഗിക്കാൻ കേട്ടോ. നമ്മൾ ഈ ശർക്കരയൊക്കെ അല്ലെങ്കിൽ ഈ ഷുഗറൊക്കെ ഇട്ടിട്ട് അവർ മെൽറ്റ് ചെയ്തിട്ട് അങ്ങനെയും ഹണി ഉണ്ടാക്കുന്നുണ്ട്. ഈ ഡാബറിൻ്റെ ഒക്കെ ഒന്നും ഉപയോഗിക്കേണ്ട കേട്ടോ. പ്യൂർ ഹണി കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്. അതുപോലെ തന്നെ പ്യൂർ ആംല, അതില്ലെങ്കിൽ മേടിച്ചാലും കുഴപ്പമില്ല, നാടൻ നെല്ലിക്ക മേടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ നെല്ലിക്ക ജ്യൂസറിലിട്ടിട്ട് നന്നായിട്ട് ജ്യൂസ് ആക്കിയിട്ട് എടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1 സ്പൂൺ ഹണി, 1 ടേബിൾ സ്പൂൺ ഹണി അതിന് മിക്സ് ചെയ്തിട്ട് കുടിക്കാം. നല്ല റിഫ്രഷിംഗ് ആണ് കേട്ടോ. നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ ചൂട് കാലത്തൊക്കെ ഇതിനകത്ത് വിറ്റാമിൻ സിയും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ്, ഹണിക്കകത്ത് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. സ്കിന്നൊന്ന് സൂത്താക്കണം കേട്ടോ. അതേപോലെ തന്നെ ഈ വിറ്റാമിൻ സി ആണ് ആംലയിൽ ഏറ്റവും കൂടുതൽ, അതായത് ഗൂസ്ബെറി നെല്ലിക്കയിൽ ഏറ്റവും കൂടുതലുള്ളത്. അത് വിറ്റാമിൻ സിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. 2 നെല്ലിക്ക വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ജ്യൂസ് ആക്കേണ്ടത്. കുറച്ച് വെള്ളം ഒഴിക്കുക, തണുത്ത വെള്ളം, എന്ത് വെള്ളം കുഴപ്പമില്ല, ചൂടാണെങ്കിലും. പക്ഷെ നല്ല ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചാലും സ്കിന്ന് നല്ല സ്ട്രെങ്ത്. 5ാമത്തത് ഗ്രീൻ ടീ ആൻഡ് ജിൻസെങ് ടീ. ചൈന, കൊറിയ, ജപ്പാനൊക്കെ അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണം നമ്മുടെ ഡെയിലിയുള്ള ടീ പൗഡറിനേക്കാൾ അവർ ഈ ജിൻസെങ് റൂട്ടാണ്. ഇത് അവർ പൊടിച്ച് വെച്ചിട്ട് പൗഡറാക്കി പൊടിച്ച് അവർ സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ. ആവശ്യത്തിനനുസരിച്ച് ഇത് ഉപയോഗിക്കുകയാണ്. അപ്പം ഇതിന് പറഞ്ഞാൽ തീരാത്ത ഗുണങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ സ്കിന്നിന് മാത്രമല്ല ബെനിഫിറ്റ് തരുന്നത്, നമ്മുടെ ഹെൽത്തിനൊക്കെ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഒരു റൂട്ടാണ് ഒരു ജിൻസെങ് എന്ന് പറയുന്നത്. ജിൻസെങ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനൊക്കെ കിട്ടും കേട്ടോ ജിൻസെങ്. അതായത് നമ്മൾ ജപ്പാനിലോ കൊറിയയിലൊക്കെ ചൈനയിലൊക്കെ അവർ ഏറ്റവും കൂടുതൽ കുടിക്കുന്ന ഒരു ടീ ആണ് ജിൻസെങ് വെച്ചിട്ടുള്ളത്. ജിൻസെങ് ടീ പൗഡർ എന്ന് അടിച്ചാൽ, ജിൻസെങ് എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ ടീ നമ്മുടെ നോർമൽ ഗ്രീൻ ടീ. ഇപ്പോൾ ഈ ജിൻസെങ്ങിനകത്ത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് സ്കിന്നിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷനൊക്കെ കുറച്ചിട്ട് സ്കിന്നൊന്ന് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ നല്ല ഉറക്കത്തിനൊക്കെ നല്ലതാണ് കേട്ടോ. നന്നായിട്ട് കാമായിട്ട് ഉറങ്ങാനൊക്കെ, പെട്ടെന്ന് ഉറക്കമൊക്കെ ഒരു സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ വേണ്ടി ജിൻസെങ് ടീ ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്തെങ്കിലും ഡൈജഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ടീ കൂടെ, ഒരു പൗഡറാണ്, എന്തായാലും റൂട്ടാണ് കേട്ടോ ഇതൊരു. അതിന് ഹെൽപ്പ് ചെയ്യണം കൂടാണ് ജിൻസെങ്. ആൻഡ് ഗ്രീൻ ടീ ആണെങ്കിൽ നമുക്ക് കൊളജൻ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഇതിനകത്തുണ്ട്. ഈ 3 സാധനങ്ങളൊക്കെയാണ് നമ്മുടെ സ്കിന്നിന് കൂടുതലായിട്ട് വേണ്ടത് കേട്ടോ. ജിൻസെങ് റൂട്ടോ അല്ലെങ്കിൽ പൗഡറായിരിക്കും കിട്ടുക. എന്നിട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിക്കുക. എന്നിട്ട് അത് ബോയിൽ ചെയ്തിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്ത് വരുമ്പോൾ ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഗ്രീൻ ടീ ഇടാം കേട്ടോ. ഓഫ് ചെയ്തിട്ട് ഗ്രീൻ ടീ ലീവ്സ് ഇടാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് വെക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് അത് കുടിക്കണമായിരിക്കും നല്ലത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് ഹണി ചേർക്കാം, മധുരം വേണമെങ്കിൽ. അല്ലാത്തവരാണെങ്കിൽ അങ്ങനെ തന്നെ. സ്കിന്നിലുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ രാവിലെ നോർമൽ ടീക്ക് വരെ നിങ്ങൾ ഇതെല്ലാം കുടിച്ചിട്ട് ജിമ്മിലേക്ക് വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണെങ്കിലും കുറച്ചുകൂടെ മെറ്റബോളിസമൊക്കെ കൂട്ടിയിട്ട് ഫാറ്റ് ബേണിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഡ്രിങ്കാണ് കേട്ടോ ഇപ്പോൾ ഈ പറഞ്ഞ 5 ഡ്രിങ്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അത്. എന്നിട്ട് റിസൾട്ട് നിങ്ങൾക്ക് 1 മാസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചാൽ നല്ല റിസൾട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ. ഇതേപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ.